ഇവരെ പാലക്കാട്ടേക്കൊന്ന് പോയാൽ പാലക്കാട് കള്ളിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഷാപ്പുണ്ടല്ലോ, ആ ഷാപ്പുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു. ഷാപ്പുകളുടെ ലൈസൻസിയായ ശിവരാജിന്റെ എല്ലാ ഷാപ്പുകളുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. നടപടികൾ ആരംഭിച്ചെന്നും ജില്ലയിലെ എല്ലാ ഷാപ്പുകളിലും പരിശോധന ശക്തമാക്കിയെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വൈ ഷിബു പറഞ്ഞു. എന്നാൽ കള്ളിൽ കഫ് സിറപ്പ് കണ്ടെത്തിയതിന് പിന്നിൽ INTUC ആണെന്ന് ഷാപ്പ് ലൈസൻസി ശിവരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട വൈരാഗ്യത്തിൽ തൊഴിലാളികൾ ചേർന്ന് നടത്തിയതാണോ എന്ന് സംശയിക്കുന്നതായും ശിവരാജൻ പറഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥാപനം ഉണ്ട് എന്നുള്ളത് ഒന്നാമത് നമുക്കറിയില്ല. ഞങ്ങള് ഈ ചിറ്റൂര് പറയുന്നത് ഉൽപാദന മേഖലയാണ്. കള്ളിന്റെ കേരളത്തിലേക്ക് അങ്ങോളം പോകുന്ന ഉൽപാദന മേഖലയാണ് ചിറ്റൂര്. അപ്പൊ ചിറ്റൂരിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോണിക്ക് അല്ലെങ്കിൽ സ്ഥാനം ഞങ്ങൾക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ട് ഒരു ആവശ്യം ചിറ്റൂരെ സംബന്ധിച്ചില്ല. തൊഴിലാളി യൂണിയനും ഈ തൊഴിലാളികൾക്കും ഞങ്ങൾ ലൈസൻസുകളോട് ഭയങ്കരമായ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്റെ വൈഫിന്റെ പേര് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇതിപ്പോ കഴിഞ്ഞ ജനുവരി മാസം 6-ാം തീയതി ഒരു തൊഴിലാളി 60 വയസ്സ് പൂർത്തിയായി. ആ തൊഴിലാളി പിന്നെയും വന്ന് ഷാപ്പിൽ പണിയെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ടെർമിനേറ്റ് ഓർഡർ കൊടുത്ത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ട് ഇതായി ഷാപ്പ് എന്നിട്ട് ഇപ്പൊ 18 ദിവസം ആ ഷാപ്പ് പൂട്ടി, ആ ഗ്രൂപ്പ് പൂട്ടിക്കിടന്നു. അവർ കേട്ട് നിങ്ങളിപ്പോ സംശയിക്കുന്ന തൊഴിലാളികളെയാണോ? തൊഴിലാളികളും അല്ലെങ്കിൽ ഈ തൊഴിലാളികളുള്ള പ്രതിനിധിക്കുന്ന യൂണിയനും വല്ലതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കാട്ടിയിട്ടോ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഇതിലൊരു ഭാരവത്വവും ഇല്ല. ഓക്കെ, ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, കള്ളിൽ കഫ് സിറപ്പ് എന്തായാലും വിവാദമായിരുന്നു, നാട്ടുകാരൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇതിപ്പോൾ ലൈസൻസ് കട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശിവരാജൻ പറയുന്നത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. അങ്ങനെയാണോ? അരുൺകുമാർ, അതായത് ഈ ചിറ്റൂർ റേഞ്ചിലെ കുറ്റിപ്പള്ളം വണ്ണാമട ഷോപ്പുകളിൽ നിന്ന് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച കള്ളിലാണ് ഇത്തരത്തിൽ കഫ് സിറപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെനാഡ്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. എക്സൈസ് വകുപ്പ് ഇത് ഗൗരവമായി തന്നെ കാണുകയായിരുന്നു. നിലവിൽ പാലക്കാട്ടെ എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായ വൈ ഷിബു ആണ് ഈ ഷാപ്പുകളുടെ ലൈസൻസി ആയിട്ടുള്ള ശിവരാജന്റെ പേരിലുള്ള എല്ലാ ഷാപ്പുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനുള്ള തീരുമാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ ഷാപ്പുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഷാപ്പുകൾ അടച്ചിടാൻ വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായിട്ടുള്ള വൈ ഷിബു ഇപ്പോൾ ഉത്തരവിലൂടെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല പാലക്കാട് ജില്ലയിലെ എല്ലാ കള്ള് ഷാപ്പുകളിലും വലിയ രീതിയിൽ വ്യാപകമായി പരിശോധന നടത്തുമെന്നും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് വേണ്ടി കാക്കനാട് ലാബിലേക്ക് അയക്കുമെന്നുമാണ് ഇപ്പോൾ എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ ഈ ഷാപ്പുകളുടെ ലൈസൻസി ആയിട്ടുള്ള ശിവരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ചിറ്റൂർ പോലെ കള്ള് സുലഭമായി കിട്ടുന്ന മേഖലയിൽ തങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ ഈ മായം ചേർത്തേണ്ട ഒരു സാഹചര്യമുള്ളത്? ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ ഷാപ്പിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും തൊഴിലാളി സംഘടനകളുമാണ്. 60 വയസ്സ് കഴിഞ്ഞ ചില തൊഴിലാളികൾ ഷാപ്പിൽ ജോലി ചെയ്തിരുന്നു. ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അനുകൂലമായിട്ടുള്ള വിധി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനാ നേതാക്കൾക്കും വലിയ രീതിയിൽ തങ്ങളുടെ എതിർപ്പുണ്ട്. പ്രത്യേകിച്ചും INTUC വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്കും തൊഴിലാളി നേതാക്കൾക്കുമാണ് തങ്ങളുടെ എതിർപ്പുള്ളത്. ലൈസൻസുകളോട് വലിയ രീതിയിൽ വ്യക്തിവൈരാഗ്യം ഇവർ തീർത്തിരുന്നു. ഇതിന് പിന്നിൽ ഇവരാണോ, അതായത് ഇത്തരത്തിൽ കള്ളിൽ മായം ചേർത്തതിന് പിന്നിൽ ഈ തൊഴിലാളികളാണോ, തങ്ങളെ തേജോവധം ചെയ്യാനും ദ്രോഹിക്കാനുമുള്ള ഈ തൊഴിലാളികളുടെ നീക്കമാണോ ഇത്തരത്തിൽ മായം ചേർത്തതിന് പിന്നിലെന്ന് സംശയിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ലൈസൻസി ആയിട്ടുള്ള ശിവരാജൻ പറയുന്നത്. ഏതായാലും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ശിവരാജൻ പറയുന്നത്. ഏതായാലും പക്ഷേ ശിവരാജനെതിരായിട്ടുള്ള നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. ശിവരാജന്റെ പേരിലുള്ള എല്ലാ ഷാപ്പുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യും. അതിനുശേഷം ശിവരാജനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല പാലക്കാട്ടെ എക്സൈസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ശിവരാജിന്റെ പേരിലുള്ള കള്ള് ഷാപ്പുകളുടെ ലൈസൻസ് പെർമനന്റ് ആയി തന്നെ റദ്ദു ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നും ഇപ്പോൾ പാലക്കാട്ടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ള വൈ ഷിബു അറിയിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് നമുക്കൊപ്പം ചേർന്നത്.